എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 19 തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ്ലി ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. 5 സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത്. അപ്പൊ ഈ ചോദ്യം വേറെ രീതിയിൽ ചോദിക്കാം. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 5 സെഞ്ചുറികൾ നേടുന്ന താരം ആരാണ്? ഉത്തരം എന്താണ്? രോഹിത് ശർമ്മ. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്തെത്തിയത്. 2024 ജനുവരിയിൽ ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഒന്നാമതെത്തിയ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ഓക്കെ, ആർ പ്രജ്ഞാനന്ദയാണ് ഒന്നാമതെത്തിയ താരം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി. എത്രാമതാണ്? 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി തമിഴ്നാടാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരമാണ്. ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, ചാർജിങ്ങോ മറ്റ് അറ്റകുറ്റപ്പണികളോ ഇല്ലാതെ 50 വർഷം പ്രവർത്തിക്കാവുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച സ്റ്റാർട്ടപ്പ്. ചാർജിങ്ങോ ഇല്ല, അറ്റകുറ്റപ്പണികളൊന്നും ഇല്ലാതെ ഒരു 50 വർഷത്തേക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ന്യൂക്ലിയർ ബാറ്ററി നിർമ്മിച്ച സ്റ്റാർട്ടപ്പ് ഏതാണ്? ബീറ്റാവോൾട്ട് ആണ്. ചൈന ബേസ്ഡ് കമ്പനിയാണ് ബീറ്റാവോൾട്ട്. ഓക്കെ, നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ഗൾഫ് രാജ്യം. 2024 ജനുവരിയിൽ റാഫേൽ നദാലിനെ ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ച ഗൾഫ് രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലൂടെ ചോദിക്കാം. സൗദി അറേബ്യ 2024 ജനുവരിയിൽ ടെന്നീസ് ബ്രാൻഡ് അംബാസിഡറായി നിയമിച്ചത് ആരെയാണ്? റാഫേൽ നദാൽ. അങ്ങനെയും ചോദിക്കാം, സോ ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസമായ മിലാൻ 24ന്റെ വേദി ഏതാണ്? വിശാഖപട്ടണമാണ്. ഇത് വേറൊരു രീതിക്കും ചോദിക്കാം. ഇന്ത്യൻ നാവികസേനയുടെ മൾട്ടിനാഷണൽ അഭ്യാസം ഏതാണ്? മിലാൻ 24. ഓക്കെ, അതും ഓർത്തിരിക്കാം. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, ഫോബ്സ് മാഗസിൻ പ്രകാരം ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കറൻസി ഏതാണ്? കുവൈറ്റ് ദിനാറാണ്. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, വൈദ്യുതി ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാൻ നാനോ പൗഡർ വികസിപ്പിച്ചെടുത്ത സർവകലാശാല. ഇലക്ട്രിസിറ്റിയുടെ ഹെൽപ്പ് ഇല്ലാതെ ജലം ശുദ്ധീകരിക്കാനായിട്ട് നാനോ പൗഡർ വികസിപ്പിച്ചെടുത്ത സർവകലാശാല ഏതാണ്? കേരള സർവകലാശാലയാണ്. സൂര്യപ്രകാശം കൊണ്ട് മാത്രം ജലം ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന ഒരു കൈൻഡ് ഓഫ് പൗഡർ ആണിത്. ഓക്കെ, ഇത് വികസിപ്പിച്ചത് കേരള സർവകലാശാലയാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ അവസാനത്തെ ചോദ്യം, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023 വേദി. ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2023ന്റെ വേദി ഏതാണ്? ഫരീദാബാദ് ആണ്. ഹരിയാനയിലാണ് ഫരീദാബാദ്. എവിടെയാണ്? ഹരിയാന. ഓർത്തിരിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസിനും മറ്റ് PSC റിലേറ്റഡ് വീഡിയോസിനുമായിട്ട് നമ്മുടെ എന്ത് ചെയ്യുക? യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് LDCയുടെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഈ കറണ്ട് അഫയേഴ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.